അപ്പോൾ 1 കിലോ ഫ്രഷ് വാള നമുക്ക് തൃശ്ശൂർ സ്റ്റൈലിൽ കറി വയ്ക്കാം. അപ്പോൾ അതിന് വേണ്ടി ചട്ടി വെച്ച് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഞാൻ അതിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 സബോളയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്, മീഡിയം ടൈപ്പുള്ള സബോള. അത് നന്നായി വഴറ്റിയെടുക്കുക. അപ്പോൾ നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, 4 പച്ചമുളക്, 10 വെളുത്തുള്ളി അതൊക്കെ ഇട്ടിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ നന്നായി ഇളക്കി കൊടുത്ത് നമുക്കെടുക്കാം. അത് നന്നായി വഴന്ന് വരുമ്പോൾ നമുക്ക് കുറച്ച് വേപ്പില അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി അത് മുരിഞ്ഞ പോലെയാകുമ്പോൾ നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. നന്നായി മുരിയണം, എന്നാലാണ് അതിൻ്റെ ആ പച്ചമണമൊക്കെ പോയി കറി ടേസ്റ്റ് ആവാം. അപ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകത്തിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇതൊക്കെ ഇട്ടിട്ട് നമ്മൾ പച്ചമണം പോണ വരെ നന്നായി ഇളക്കി കൊടുത്ത് അത് ശരിയായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് ഒരു നാളികേരത്തിലേക്ക് അത്യാവശ്യം വലിപ്പമുള്ളൊരു മാങ്ങ കഷ്ണങ്ങളാക്കി നമുക്ക് അതിലേക്ക് ഇട്ട്, ഒരു മാങ്ങ ഇട്ടാൽ മതി, നല്ല പുളിയുള്ള മാങ്ങയാണ്. ഞാൻ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അത് നന്നായി മൂടിയിട്ട് നമുക്കൊരു പകുതി വേവാക്കാം. അതിന് വേവായി വന്ന ശേഷം നമുക്ക് മീൻ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മൂടിയിട്ട് നമുക്ക് വേവിച്ചെടുക്കാം മീൻ. ഇതാണ് നമ്മൾ തൃശ്ശൂർ സ്റ്റൈലിൽ ഉണ്ടാക്കണ വാളക്കറി. അപ്പോൾ നമുക്ക് മൂടിയിട്ട് വേവിക്കാം. അങ്ങനെ വേവിച്ചെടുത്ത കറിയിലേക്ക് നമുക്ക് തമ്പാലൊഴിച്ച് തീ ഓഫ് ചെയ്ത് നമുക്ക് അതിലേക്കൊരു താളിപ്പും കൂടി ശരിയാക്കി എടുക്കാം. ചട്ടി വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഒരു 5-10 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറ്റൽമുളക്, വേപ്പില, 2 പച്ചമുളക് നടുവേ കീറിയതൊക്കെ ഇട്ട് നമുക്കത് മൊരിച്ച് ഈ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതൊരു 15 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ആദ്യം നല്ലൊരു 15 മിനിറ്റ് തുറക്കാതെ മൂടി വയ്ക്കുക. അങ്ങനെ മൂടി വെച്ചെടുത്താണ്. അപ്പോൾ അതിൽ മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് തുറന്ന് നോക്കിയപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള വാളക്കറി, തൃശ്ശൂർ സ്റ്റൈൽ വാളക്കറി റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.